അല്ല ഇത് നമ്മുടെ സൈബർ ഫ്രോഡിലെ ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ കോൺടാക്ട് വെച്ചത്. ജോബിന് 15,000 ആയിരിക്കും നമ്മുടെ തന്നെ ഈ പൈസ തന്നെ നമ്മൾ തന്നെ കൂടുതൽ ചെയ്ത് ഇത്ര പൈസ കൊടുക്കുമ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് ഇത് കുറച്ച് മോഡൽസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഈ മോഡൽസിലെ ഒരു വൈഡ് പബ്ലിഷ് ചെയ്താണ് നമ്മുടെ ഉദ്ദേശം. ജനങ്ങൾക്ക് എങ്ങനെ അവെയർ ആവും. ഇൻഫ്ലുവൻസർ ആണ് ബെസ്റ്റ്. നമുക്ക് എല്ലാവരും സാധനങ്ങൾ പോയതിനു ശേഷം തിരിച്ചു കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അതിലെ കുറേ നമ്മുടെ മോഡൽസ് ഒക്കെയുണ്ടായിരുന്ന ആൾക്കാർ പല സമയത്തിന് നമ്മൾ വരുമ്പോൾ പല പല പുതിയ പുതിയ ഡിസൈൻ പുതിയ പുതിയ മെത്തേഡ് ഡിസൈൻ ചെയ്യും. ബട്ട് നമുക്ക് ഈ സമയത്ത് ആയ മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നമ്മുടെ ഒഴിവാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 90% പ്രവർത്തിക്കാൻ സേഫ്. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. പ്രോസസ്സിംഗ് ഫീസാണോ എങ്ങനെയാണോ ബാങ്ക് അതിൽ തന്നെ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ ഒരു ലോൺ ആപ്പിൽ നോക്കുമ്പോൾ അവർ ലോൺ ഒരു 2 lakh ലോൺ കൊടുക്കും. അതിന് വേണ്ടി പ്രോസസ്സിംഗ് ഫീസ് വേണം 20,000 rupees. അപ്പം നമ്മുടെ ആ 20,000 ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം ഒന്നും ചിലപ്പോൾ ലോൺ തന്നെ ക്ലോസ് ആവും, അല്ലെങ്കിൽ തന്നെ പോകും. നമ്മൾ 20,000 പോയി. അപ്പോൾ എങ്ങനെയാണോ ഇത് പ്രവർത്തിക്കുന്നത്? ഇതിൽ എല്ലാവർക്കും ഒരു പ്രത്യേക മോഡൽസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സാധാരണ ഇതിൽ നമുക്ക് ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കുന്ന ആൾക്കാർ ഒരു എക്സ്പെർട്ട് ആൾ ചെയ്യുന്നില്ല. എക്സ്പെർട്ട് ആൾ മുകളിൽ ഒരു ഹൈഡിൽ നിൽക്കും. ബാക്കി നമ്മൾ ചെറിയ ആൾക്കാർ 10-12 ആൾക്കാരാണ് ഇത് സാധാരണ ചെയ്യുന്നത്. ദേ വിൽ ഗെറ്റ് ദ കമ്മീഷൻ ഫോർ 10%, 20%. ആ രീതിയിലാണ് ഈ ഫ്രോഡുകൾ നടക്കുന്നത്. ഞാൻ കാലിക്കറ്റ് സിറ്റിയിലെ ഡേറ്റ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇത് ഈ മോഡൽസ് എഫ്രൈൻഡയിൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡിലെ നമ്മുടെ ഇത് ഒരു പേപ്പറിൽ കൃത്യമായിട്ട് ഞാൻ എല്ലാവർക്കും ഒരു ഇത് അയക്കുന്നുണ്ട് മലയാളത്തിൽ. എല്ലാവരും നമുക്ക് മനസ്സിലാക്കിയിട്ട് മാക്സിമം ആൾക്കാരുടെ പ്രിന്റിലെ ഇലക്ട്രോണിക് മീഡിയയുടെ രണ്ടിൽ തന്നെ മാക്സിമം ആൾക്കാർക്ക് എത്തിക്കണോ അത് മാത്രം എനിക്ക് ഇത് പറയാനുണ്ട്. അതിന് ഞാൻ പ്രധാനപ്പെട്ട ഈ മോഡൽസ് ആയിരുന്നു അത് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ട വാർഡിലെ തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് അവർക്ക് ഈ സൈബർ ഓപ്പറേഷൻ ഫ്രോഡുകളിലെ മോഡൽസ് എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബൃഹത് പരിപാടി തുടങ്ങുന്നുണ്ട്. നാളെ മുതൽ തന്നെ ഇത് തുടങ്ങും. ഒരാഴ്ച കൃത്യമായിട്ട് എല്ലാ സ്റ്റേഷനിലെ എല്ലാ വാർഡുകളിലും കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതില്ലാതെ നമ്മുടെ സാധാരണ പിന്നെ നമ്മുടെ ഒരു പിന്നെ കുറച്ചൊരു പാംപ്ലേറ്റ് ഇതിലെ ഈ ഫ്രോഡുകളിലെ പാംപ്ലേറ്റ് നമ്മളെ ഉണ്ടാക്കിയിട്ട് എല്ലാ നമ്മുടെ പ്രധാനപ്പെട്ട ബസ് റെയിൽവേ സ്റ്റേഷൻ കോളനികളുടെ റെസിഡൻസ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ലാതെ നമ്മുടെ കാലിക്കറ്റ് സിറ്റിയിൽ 227 സൈബർ വോളണ്ടിയേഴ്സ് ഉണ്ട്. അത് എല്ലാ സ്റ്റേഷനിലെ 15-20 സൈബർ വോളണ്ടിയർമാരുണ്ട്. 10 to 15 ആ സൈബർ വോളണ്ടിയേഴ്സിലെ ഒരു ഘട്ടത്തിലെ കുറച്ച് ആൾക്കാരുടെ നമുക്ക് ട്രെയിനിങ് നടന്നിട്ടുണ്ട്. ആ ട്രെയിനിങ് അതിൻ്റെ ബാക്കി ആൾക്കാരുടെ ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് അവയർനെസ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്പോസ് പോലീസ് വിളിക്കാൻ പറ്റില്ല. നമ്മുടെ ലോക്കൽ ആളാണ്, കോളനിയിൽ താമസിക്കുന്ന ഒരാൾ സൈബർ വോളണ്ടിയറാണ്. ഇയാളുടെ നമ്പർ എൻ്റെ ആൾക്കാർക്ക് അറിയാമോ, ഈസി ആയിട്ട് ഫോണിൽ വിളിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് ഇന്ന് ഒഴിവാക്കണം. ആ രീതിയിൽ നമ്മുടെ ഈ സംസാരിച്ച ഇയാൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇയാൾ അവർക്ക് ഗൈഡ് ചെയ്യും. ആ രീതിയിൽ നമ്മുടെ സൈബർ വോളണ്ടിയേഴ്സ്ക്ക് നമ്മുടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒരു വർഷത്തെ നമ്മളെ കുറച്ചൊരു 100 ആൾക്കാർക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 127 ആൾക്കാർ ബാക്കിയുള്ള അതിൻ്റെ ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ആക്കാം. ഇതാണോ നമ്മുടെ ഈ സൈബർ ഫ്രോഡിലെ പ്രിവെൻഷന് വേണ്ടി നമ്മുടെ പ്രിവെൻഷന് വേണ്ടി സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. അതിൽ ബന്ധപ്പെട്ട എല്ലാ മീഡിയക്കാരുടെ നമ്മുടെ പ്രിന്റ് ഇലക്ട്രോണിക് മീഡിയയിലെ ഒരു സഹयोग അത് നമുക്ക് അഭ്യർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 2023 ടോട്ടൽ അമൗണ്ട് ലോസ്റ്റ് 13.37 crore. ഈ വർഷം ഇതുവരെ 15 കോടി 15.34 crore amount is already lost. We are able to recover hardly 10%. Like 2023 we are able to freeze the amount of 1,53,68,000. ഈ വർഷം 2,79,37,000 അമൗണ്ട് ഫ്രീ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അമൗണ്ട് തിരിച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് അക്കൗണ്ടിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂകളുണ്ട്. കാരണം ഈ സൈബർ ഫ്രോഡിലെ അക്കൗണ്ടുകൾ ഓരോ അക്കൗണ്ടിൽ തന്നെ നമ്മുടെ കേരളയിലെ ഫ്രോഡിൽ തന്നെ ഇൻവോൾവ് ഉണ്ടാവും, യു പിയിലെ ഫ്രോഡിൽ തന്നെ ഉണ്ടാവും, ബംഗാളിലെ ഫ്രോഡിൽ തന്നെ ഇൻവോൾവ് ഉണ്ടാവും. എപ്പോൾ പൈസ സപ്പോസ് ഒരു 5 ലക്ഷം ഫ്രോഡാണോ, ആളുടെ അക്കൗണ്ടിൽ 50,000 രൂപ മാത്രമാണോ, അപ്പം നമ്മൾ തന്നെ ഫ്രീ ചെയ്യും, യു പിക്കാരെ തന്നെ ഫ്രീ ചെയ്യും,
മറ്റേ ആൾക്കാർക്ക് പിരിച്ചു തരും. ഇപ്പം ഏതാൾക്ക് കിട്ടുമെന്നൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. കോടതിയുടെ തീരുമാനപ്രകാരം മാത്രമേ ഇത് പൈസ തിരിച്ച ആൾക്കാർക്ക് കിട്ടും. ഇതുപോലെ ഇഷ്യൂ ഉണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പ്രിവെൻഷൻ ഇസ് ദ ബെസ്റ്റ് സ്റ്റെപ്പ്. ഇത് അവരുടെ മോഡൽസ് നമുക്ക് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ആൾക്കാർക്ക് ഇത് നമുക്ക് ഒഴിവാക്കാം. താങ്ക് യു. പരിവാഹൻ ആപ്പിന്റെ പേരിലൊരു പരിവാഹനില് പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് വ്യാപകമായിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുന്നമംഗലം സ്വദേശിയായ ഒരാൾക്ക് 47,000-ലധികം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കമ്മീഷണർക്ക് പരാതി നൽകിയെന്നാണ് പണം നഷ്ടപ്പെട്ട ആൾ പറഞ്ഞത്. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ അയച്ചിട്ടുണ്ടാവും. എനിക്ക് പരാതി എനിക്ക് ഓർക്കുന്നില്ല. ബാക്കി സാധാരണ പരാതി ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇതിന് പുതിയ മോഡൽസ് തന്നെയാണോ ഇല്ല, ഇതുപോലെ ഞാൻ പഴയ പുതിയ മോഡൽസ് വരും. ഇത് ആൾക്കാരോട് തട്ടിക്കാൻ വേണ്ടി പുതിയ ആൾക്കാരാണ് ഇതിൽ ബന്ധപ്പെട്ട കേസ് എടുക്കാം. അല്ല കേസ് എടുത്തിട്ടില്ല, കേസ് എടുക്കാം. പരാതി നീക്കി പരാതി നൽകിയിട്ട് എമൗണ്ട് കുറവാന്ന് പറഞ്ഞിട്ട് കേസ് എടുത്തില്ല എന്നാണ് അവർ പറയുന്നത്. എമൗണ്ട് കേസ് എടുക്കേണ്ടെന്ന് ഉദ്ദേശം ഉണ്ടോ? അല്ല, ഇങ്ങനെയൊന്നുമില്ല. നമ്മളെ ഒരു ചെറിയ എമൗണ്ട് ചില ആൾക്കാർ തന്നെ ആൾക്കാർ 10,000, 15,000, 5,000 ആൾക്കാരുണ്ട്. അവിടെ സാധാരണ കേസ് വേണ്ട പൈസ കിട്ടിയാൽ മതി. അതാണ് ഒരു 15,000. 48,000 കേസാണ്. കൃത്യമായിട്ട് അതിൽ പുതിയ മോഡലാണ്. കൃത്യമായിട്ട് കേസ് എടുത്ത ശേഷം അത് അന്വേഷിക്കും. 1 ഇയർ ബാക്ക് ചെവായൊരു കേന്ദ്രീകരിച്ചു പോയി. അതിലൊക്കെ എന്തെങ്കിലും ഫോളോ അപ്സ് ഉണ്ടായോ? അതിലെ ഫോളോ അപ്സ് അത് അന്വേഷണത്തെ കൃത്യമായിട്ട് തിരിക്കാറില്ല. ബട്ട് ഇതിലെ അന്വേഷണം നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താണോ ലാസ്റ്റിലെ ഞാൻ നോക്കിയിട്ട് മാത്രമേ തരാൻ പറ്റൂ. അല്ല, അതാണ് ഞാൻ സെക്സ്റ്റോർഷനിൽ ചെറിയ കുട്ടികൾ പറ്റുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ 16, 17 ഇയർ 18 ഇയർ ഏജ് കുട്ടികൾക്ക് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവില്ല. They will freeze or they will hack the screen hack ആയ ശേഷം ആ സേവ് അതാണ് ചിത്രങ്ങൾ കാണും. സ്വന്തം മറ്റാളുടെ അപ്പം എന്തെങ്കിലും അച്ഛനമ്മക്ക് ആളുടെ കഴിഞ്ഞ ശേഷം പഠനം പേടി. അപ്പം ഇതെന്നാണോ ഷോർട്ട് വഴി, അതാണോ അവിടെ സംഭവിച്ചത്. അറസ്റ്റിലെ കാര്യങ്ങൾ ഇൻഡിവിജ്വൽ കേസിൽ അറസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഹാർഡ്ലി ഒരു 5% ആൾക്കാർക്ക് നിന്നാണ് കിട്ടുന്നത്. കാരണം ഇതിലെ പ്രധാനപ്പെട്ട നമുക്ക് ബുദ്ധിമുട്ടാണോ ഐഡന്റിഫിക്കേഷൻ, ആരാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കേസിൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ പല രാജ്യങ്ങളിലെ പോയിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. അത് 1 വർഷം പോലെ തന്നെ ആയി. ഇപ്പം നമ്മുടെ ഒരു കേസിലെ നടക്കാവ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഐഡന്റിഫൈ ചെയ്ത് രണ്ടാമത്തേത് 2 പേര് പിടിച്ചു. മെഡിക്കൽ കോളേജിലെ കുറച്ച് പേര് 2 പേര് പിടിച്ചു. പിന്നെ കൂടുതൽ 5% താഴെയുള്ള ആൾക്കാരാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് ഐഡന്റിഫിക്കേഷനിലാണ് കൂടുതൽ നമുക്ക് സമയത്തുള്ളത്. സാർ, ഈ തട്ടിപ്പിന് മലയാളി കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോയിട്ട് ഇൻഫർമേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വെരിഫൈ ചെയ്യുന്നുണ്ട്. കാരണം മലയാളത്തിൽ പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കംബോഡിയ വിയറ്റ്നാമാണ് കൊണ്ടുപോകുന്നത്. അതിൽ ബന്ധപ്പെട്ട ഡീറ്റെയിൽ നമുക്ക് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വെരിഫൈ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം 24 കേസ് ട്രേഡിംഗ് 9 ആയിരുന്നു. 9 കേസായിരുന്നു. ഇത് 26 ഈ വർഷം. വിദേശത്തിൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആൾക്കാർ ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആൾക്കാർക്ക് ടാർഗറ്റ് ദ പേഴ്സൺ. ഈസി ആയിട്ട് പൈസ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെ പേഴ്സൺ ടാർഗറ്റ് ചെയ്ത ശേഷം 1 മാസത്തിൽ പൈസ കിട്ടും. ചിലപ്പോൾ നമ്മൾ ഒരാൾ തന്നെ പറ്റിയിട്ടുണ്ടാവും, ട്രാപ്ഡായി കാണും. ഈ ആൾ തന്നെ വിളിക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് പൈസ കിട്ടുന്നു. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്തിവിടെ ഇറങ്ങിയിട്ട് വരാം. പിന്നെ അവിടെ വേറെ ആൾക്കാരെല്ലാം പോകുന്ന ആൾക്കാർ കാണാം. നമ്മുടെ ഈ രാജ്യങ്ങളിലെ കുറച്ച് മറ്റു രീതിയിലാണ് ടൂറിസം. നമ്മുടെ കംബോഡിയയിലെ അവിടെ കൂടുതൽ വേറെ ടൈപ്പ് ടൂറിസം ഉണ്ട്. അതിന് വേണ്ടി തന്നെ ആൾക്കാർ പോകും. അതിന് വേണ്ടി പോയ ശേഷം ട്രാപ്പ്. കംബോഡിയയിലെ സെക്സ് ടൂറിസമാണ് പ്രധാനപ്പെട്ട അവിടെ കാണാം. അതിന് വേണ്ടി ആൾക്കാർക്ക് കുറെ പേര് എങ്ങനെ അതിന് വേണ്ടി അവിടെ പോകും. അവിടെ പോയി ട്രാപ്പാകും. ഓർഗനൈസ്ഡ് ആയിട്ട് ഇന്ത്യ അതാണ് നമ്മളെ തന്നെ ഇന്ത്യയിലെ പല വാങ്ങാനുള്ള 100ഓളം ആൾക്കാർ, കൂടുതൽ ആൾക്കാർ തന്നെ അവിടെ പോയിട്ട് കോൾ സെന്റർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ചില ആൾക്കാർ ചൈനീസ് ആൾക്കാർ ഉണ്ടായിരിക്കും, ചില ആൾക്കാർ പല രാജ്യങ്ങളിലെ ആൾക്കാർ ഉണ്ടായിരിക്കും. ഭയങ്കരമായിട്ട് നമ്മളെ എവിടെ നമുക്ക് കൂടുതലും കാണാൻ പറ്റില്ല. പുറത്ത് രാജ്യങ്ങളിലെ കൂടുതലുണ്ട്. നമ്മുടെ സിം എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധ പറ്റുന്നുണ്ട്. മിസ്യൂസ് ഓഫ് സിം കാർഡ്സ് ആളുകൾക്ക് കൂടുതലുണ്ട്.
അതെല്ലാം കാരണം നമ്മുടെ സാധാരണ ഈ സിം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണോ? കാരണം സിം മിസ്യൂസിന് ഭയങ്കര കുറേ ഇൻസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാധാരണ സിം എടുക്കുമ്പോൾ പ്രത്യേക ഓത്തറൈസ് സിം കാർഡ് സെന്ററുകളുണ്ട്. അതാണ് തന്നെയാണ് നമുക്ക് എടുക്കുന്നത്. അതെന്റെ ആശാണ്. ആ ഔട്ട്ലെറ്റിലെ കൃത്യമായിട്ട് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നുണ്ടോ അത് തന്നെ ഉറപ്പെടുത്തണം. കാരണം ചില സമയത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഒറ്റ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അതിലെ ഫോട്ടോ ശരിയായില്ല, പിന്നെ രണ്ടാമത് ഫോട്ടോ എടുക്കുന്നു. ആ രണ്ടാമത് ഫോട്ടോ എടുക്കുമ്പോൾ രണ്ടാമത് സെന്റ് എടുക്കും. ഇതുപോലെ ആൾക്കാരുണ്ട്. നമ്മുടെ സാധാരണ ചെയ്ത കുറച്ച് ഇത്ര ഇല്ല, റെമ്പന്റ് ഇല്ല, ഇല്ലെങ്കിൽ നമ്മുടെ ഒട്ട ആധാർ കാർഡിൽ ഒട്ട അഡ്രസ് 9 സിം എടുക്കാൻ പറ്റും. നമ്മളിവിടെ ഈ ആൾക്കാർ വരുന്നത് നമ്മുടെ മൈഗ്രന്റ് ലേബേഴ്സ് വരുന്നുണ്ട്. അവർക്ക് പല ആൾക്കാർക്ക് ഈസി ടാർഗറ്റ് ആണ്. അവർക്ക് കുറച്ച് പൈസ കൊടുത്ത ശേഷം ₹1000 കൊടുത്ത ശേഷം അവർ കുറേ സിം എടുത്ത് കൊടുക്കും. കാരണം ഒരാൾക്ക് 50 സിം എടുക്കാൻ പറ്റും, ആൾക്ക് ഒറ്റ സിം മതി. ഒരു 10-15 ആൾക്കാർ കിട്ടിയ ശേഷം ആൾക്കാർ 90-100 സിം എടുക്കാൻ പറ്റും. ആ ഒരു ഇതുണ്ട്, ആ മോഡസ് ഉണ്ട്. ഈ കോളേജ് കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ട് ഇതാണ് കാണാൻ പറ്റി. കോളേജ് കുട്ടികൾക്ക് സാധാരണ ഒരു ഈസി മണി വേണം. കാരണം കറങ്ങാൻ വേണ്ടി, നമ്മുടെ റെസ്റ്റോറൻറ്റ് കഴിക്കാൻ വേണ്ടി, മൊബൈൽ റീചാർജിന് വേണ്ടി അതിക്ക് ഈസി മണി വേണം. അവർക്ക് ജസ്റ്റ് ഒരു അക്കൗണ്ടിലേക്ക് പൈസ വിഡ്രോ ചെയ്ത ശേഷം ഞങ്ങൾക്ക് 20,000 കിട്ടും. അത് 5-6 ലക്ഷം 7 ലക്ഷത്തെ കുറിച്ച് ഇതുണ്ട്. അത് അവർ ആൾക്കാർ ഈ സ്റ്റുഡൻസ് സ്പെഷ്യലി ഈസി മണിക്ക് വേണ്ടിയാണോ അവർ ചെയ്യുന്നത്? അതെല്ലാം നമുക്ക് ഒരു ദർ ഇസ് നോ ഫ്രീ മണി. അവർക്ക് പിന്നെ കേസിലെ പറ്റിയ ശേഷമാണ് മനസ്സിലാക്കുന്നത് കേസായി. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരാൾക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ തന്നെയായിരുന്നു. ആൾക്ക് കുറച്ചൊരു 6 or 7 lakh വിഡ്രോ ചെയ്തു. 7 lakh വിഡ്രോ ചെയ്ത ശേഷം ആൾക്ക് കിട്ടിയതൊരു 15 or 20,000 rupees. അത് അറസ്റ്റായി കേസിൽ കിട്ടും. അത് പിന്നെ ഇവിടെ ഇല്ല, അത് അവിടെ അല്ലപ്പിയിൽ തന്നെ ഒരു കേസ് ഉണ്ടായിട്ട് അത് തന്നെ ആളുടെ പേര് വന്നു. ഈ സ്റ്റുഡൻസ് സ്പെഷ്യലി സൂക്ഷിക്കണം. കാരണം ഈ എങ്ങനെ ഓരോ സുഹൃത്തുക്കൾ തന്നെ പറയും. ഇതിലെ സാധനത്തെ ഈ പുതിയ രീതി പറയുന്നത് ഹവാലാനായിട്ട് ഇൻവോൾവ് ആയ ആൾക്കാർ അവരാണ് സാധാരണ ഇതിൽ ഈ കുട്ടികളെ ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് പല ഏത് അക്കൗണ്ടിൽ എവിടെ നിന്നാണ് പൈസ വരുന്നത് ആ പൈസ അവിടെ വരും. അത് അവർക്ക് കുറച്ച് കമ്മീഷൻ കിട്ടും. അവർ പൈസ ക്യാഷ് എടുത്ത ശേഷം ഇയാൾക്ക് കൊടുക്കും. ഹവാലാന ഇൻവോൾവ്മെന്റ് ഒക്കെ കുറെ ഉണ്ട്. അതെ, അതിൽ നമുക്ക് വാട്സാപ്പ് സിമ്പിൾ കേസാണ്. സിമ്പിൾ കേസ് നമ്മുടെ സ്റ്റേഷൻ